റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബി വനിതകളോട് ചോദിച്ചു, സ്വർഗ്ഗത്തിൽ പോണ ഒരു പെണ്ണിനെ കാണണോ? സ്വർഗ്ഗത്തിൽ പോണ ഒരു പെണ്ണിനെ കാണണോ? സഹാബി വനിതകൾ പറഞ്ഞു, കാണണം നബിയെ. പോന്ന വിറക് വെട്ടുകാരന്റെ ഭാര്യ സ്വർഗ്ഗത്തില. ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ നടന്നു പോകുന്നു. കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഓള് സ്വർഗ്ഗത്തിലാണെന്ന്. സഹാബി വനിതകൾ ഓടി ആ വിറക് വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, ഒന്നുമില്ല. ഇല്ല, എന്തെങ്കിലും ഉണ്ടോ? അവസാനം ആ പെണ്ണ് പറഞ്ഞ മറുപടി, രാവിലെ എന്റെ ഭർത്താവ് വിറകു വെട്ടാൻ വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഞാൻ കൂടെ ചെന്ന് കൈ പിടിച്ചിട്ട് പറയും, ഹറാമായ ഭക്ഷണവും ഹറാമായ പൈസയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. വൈകുന്നേരം വരുമ്പോ ഹറാമായ ഒന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് ജോലിക്ക് പോകുമ്പോ ഞാൻ എന്റെ ഭർത്താവിനെ ഓർമ്മപ്പെടുത്തും. അതിനാ ഉമ്മ ആ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തത് എന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മളോ യവനെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ ആയിട്ട് വന്നാ മതി. ഭർത്താവ് എടുക്കുന്ന ലോട്ടറി അടിച്ചോ എന്ന് നോക്കുന്നതാരാ? ആമിന. ലോൺ നിന്റെ ഭർത്താവിനെ കൊണ്ട് നീ ചിന്തിക്കണ്ടെന്നറിയോ? ഒന്നുമില്ലാത്ത നിനക്ക് അല്ലാഹു 2 സെന്റ് ഭൂമി തന്നു. 2 സെന്റ് ഭൂമി നിനക്ക് അല്ലാഹു തന്നു. എന്നിട്ട് നീ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഒന്ന് തറ കെട്ടി, അത് കഴിഞ്ഞപ്പോ അതിന്റെ മുകളിൽ ഒന്ന് കല്ല് കെട്ടി ഒന്ന് വാർത്തു. അതുവരെ 5 നയാ പൈസ ഹറാമില്ലായിരുന്നു നിന്റെ വീട്ടില്. ഈ വീട് വാർത്ത് കഴിഞ്ഞപ്പോ നീ ഭർത്താവിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ഇക്കാ ഇതെങ്ങനെങ്കിലും ഒന്ന് ക്ലിയർ ആക്കി അകത്ത് കയറി കിടക്കാം. ആമിന, പൈസ ഇല്ല ആമിന, ലോൺ എടുക്കുക. നീ അല്ലേ എടുപ്പിച്ചേ? ഇന്നാ ഇക്ക കൊണ്ട് പണയം വെക്കുക. വിൽക്കാനല്ല നീ പറഞ്ഞത്. എന്നാ നീ ആലോചിക്കടി, ഭൂമിയില്ലാത്ത നിനക്ക് ഭൂമി തന്നില്ലേ? തറകെട്ടി തന്നില്ലേ? മഴ പെയ്താ നനയാതെ കിടക്കാനുള്ള വാർപ്പ് വരെ അല്ല തന്നില്ലേ? പിന്നെ ബാക്കി തരാൻ എന്തേ അല്ലാഹ്ക്ക് കഴിവില്ലാതെ പോയോ? നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ലാതെ പോയി. നീ പഠിക്കേണ്ടത് എന്തെന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചു കിടക്കുകയാണ്. തന്റെ ചോര കുഞ്ഞിനെയും തന്റെ മകനെയും കൊണ്ടുപോയി സഫാ മറുവ എന്ന് പറയുന്ന 2 മലകളുടെ നടുവില്, മനുഷ്യവാസമില്ലാത്ത ഒരു പറവ് പോലുമില്ലാത്ത, വെള്ളമില്ലാത്ത കൊടും കാട്ടില്, വന്യമൃഗങ്ങളുള്ള കാട്ടിൽ കൊണ്ടുപോയി മരുഭൂമിയിൽ തന്റെ മകനെയും പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞിനെയും ഭാര്യയെയും ഇറക്കി വിട്ടിട്ട് ഇബ്രാഹിം നബി തിരിച്ച് നടന്നു പോയപ്പോ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുകയാ? ഞങ്ങളെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് നിങ്ങൾ പോകുകയാണോ? ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല, മറുപടി പറയുന്നില്ല. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം ചോദിച്ചു, നിങ്ങളുടെ തീരുമാനമാണോ അല്ലാഹുവിന്റെ തീരുമാനമാണോ? അതാ പെണ്ണ്, അതാടി പെണ്ണ്, അതാകണം പെണ്ണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഇത് നിങ്ങളുടെ തീരുമാനമാണോ അല്ലാഹുവിന്റെ തീരുമാനമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ തീരുമാനമാ. ഹാജറ ബീബി പറഞ്ഞു, തിരിഞ്ഞു നോക്കാതെ പൊക്കോളാൻ. ഞാൻ കിടക്കുന്നത് കൊടുങ്കാട്ടില, എന്റെ മോൻ പാല് കുടിക്കുന്നവനാ, വെള്ളമില്ല, ഭക്ഷണമില്ല, വീടില്ല, ആരുമില്ല. എന്നിട്ടും ഹാജറ ബീബി പറഞ്ഞെന്തെന്നറിയോ? അല്ലാഹ്ക്കറിയാം എന്നെ എന്റെ മോനെ നോക്കാൻ. അതാ ഈമാൻ. നീ അങ്ങനെ ആകണം. വല്ലപ്പോഴും ആ മഹദിയുടെ ചരിത്രം വായിച്ചു നോക്കണം. നിന്റെ ഭർത്താവ് ലോൺ എടുക്കാൻ പോയാ നീയല്ലേ സമ്മതിക്കാതിരിക്കേണ്ടത്? നിന്റെ സ്വർണം പണയം വെക്കാൻ പോകുമ്പോ ഇക്ക പണയം വെക്കണ്ടിക്ക, പലിശക്കാരനാവൂല്ലേ, ഇക്ക കൊണ്ട് വിക്കി എന്ന് എന്തുകൊണ്ട് നീ പറയുന്നില്ല? ലോട്ടറി എടുക്കുന്ന ഭർത്താവിനെ നന്നാക്കാൻ എന്തുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്നില്ല? എവിടെന്നാ ഇക്ക വൈകുന്നേരം പൈസയുമായിട്ട് കയറി വരുമ്പോ ഇത്രയും പൈസ എവിടെ നിന്നാ എന്ന് നീ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? ഇതാരെങ്കിലും പറ്റിച്ചതാണോ? പിടിച്ചുപറിച്ചതാണോ? ഇക്ക ഹലാലാണോ ഹറാമാണോ എന്തുകൊണ്ട് നീ ചോദിക്കുന്നില്ല? നീ സ്വന്തം പിഴച്ചു, എന്നിട്ട് നിന്റെ മക്കളെ പിഴപ്പിക്കുന്നു. നീ നിന്റെ മക്കളോട് എന്താ പറയാ? മക്കളെ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം. എല്ലാ ഉമ്മമാരും, ഏകദേശമുള്ള ഉമ്മമാര് മുഴുവനും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം. അതുകൊണ്ടാ മോളെ നിന്റെ മോൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത്, മയക്കുമരുന്ന് കച്ചവടത്തിന് പോകുന്നത്. നിന്റെ മക്കൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് നീ ചിന്തിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വിചാരിച്ചിരിക്കും മക്കൾ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നതാണ് മക്കളോടുള്ള സ്നേഹമെന്നല്ല. ഒരു വാപ്പ അറിഞ്ഞു കൊടുക്കണം. പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെന്നറിയോ? പണ്ടത്തെ പെണ്ണുങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരല്പം ഭക്ഷണം താഴെ വീണാൽ നമ്മുടെ ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിൽ ഇട്ട് തന്നിട്ട് പറയും, മോനെ ഇതേ ഉള്ളടാ, ഇത് നിന്റെ വാപ്പ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ, കളയല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മ താഴെ വീണ ചോറ് പോലും എടുത്ത് കഴുകി തന്ന് നമ്മളെ തീറ്റിപ്പിച്ചു.
ഇന്ന് നിന്റെ പൊന്നുമോൻ ഒരു പാത്രം ചോറ് കൊണ്ട് കളഞ്ഞ നീ എന്തെങ്കിലും പറയൂ സഹോദരി? അതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. അതെങ്ങനെ ഉണ്ടായതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പണ്ടത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കണം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, ഓരോ വാപ്പയും അങ്ങനെയാകണം. അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിച്ചു. ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആരുമില്ലാത്ത ഒരു സ്ഥലത്താണ് അബൂദർ തങ്ങൾ ജീവിച്ചിരുന്നത്. അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തു വിളിച്ചിരുത്തിയിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആരും എന്നെ വെറുക്കരുത്, എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും വൈകുന്നേരം തികയുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊടുക്കും, ഒന്നും കരുതി വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു, വാപ്പ ഇന്ന് മരിച്ച എന്റെ മയ്യത്ത് പൊതിയാൻ തുണി വാങ്ങാൻ പോലും എൻ്റെ അടുത്ത് പൈസയില്ല. ഒരു ഭർത്താവ് ഒരു വാപ്പ തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് തുണി വാങ്ങാനുള്ള കഫൻ തുണി വാങ്ങാൻ പോലും 1 രൂപ ഈ വീടിന്റെ അകത്തില്ല. കീറാത്ത ഒരു വസ്ത്രമില്ല എന്റെ കഫൻ പൊതിയാൻ. ഞാൻ മരിച്ചാൽ എന്റെ കഫൻ പൊതിയാൻ പോലും ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തില്ല. അത്രയ്ക്കും പാവപ്പെട്ടവനാ നിങ്ങളുടെ വാപ്പ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ചിന്തിക്കേണ്ടത് ഇവിടെയാ. ഈ ഇരിക്കണ പ്രായമുള്ള ഒരു മനുഷ്യനും വീട്ടിൽ പോയിട്ട് വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ടാബ് വേണം, എനിക്ക് സൈക്കിൾ വേണം, എനിക്ക് മൊബൈൽ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറില്ലായിരുന്നു. കാരണം നിന്റെ വാപ്പയ്ക്ക് 150 രൂപയാ ശമ്പളമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. നമുക്കറിയാമായിരുന്നു വാപ്പയുടെ ശമ്പളം എത്രയാണെന്ന്. ഒരു മോനും ടാബ് വേണമെന്നൊക്കെ പറഞ്ഞ മൊബൈൽ വേണം, ടാബ് വേണം, സൈക്കിൾ വേണം, മേടിച്ചെന്നില്ലെങ്കിൽ തൂങ്ങൂന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നത്തെ മക്കൾ അങ്ങനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തു, തന്റെ വാപ്പയുടെ അവസ്ഥ ഇതാ. എന്നിട്ടും പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വഴിയിൽ കൊണ്ടുവെക്കണം, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി നിൽക്കണം എന്റെ മയ്യത്ത്. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണുമ്പോ നിങ്ങൾ പറയണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ മയ്യത്ത് തുണി വാങ്ങാനുള്ള പൈസ പോലും ഇല്ലാത്ത പാവപ്പെട്ടവനാ. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് ഖബറടക്കാൻ പറഞ്ഞാ മതി. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് ഖബറടക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ പേടിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂദർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. മക്കൾ കുളിപ്പിച്ചു മയ്യത്ത് കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് വെയിലത്ത് കാത്തു നിന്നു. ഒരുപാട് മണിക്കൂറുകൾ നിന്നു. അപ്പോഴാണ് ഉംറ കഴിഞ്ഞൊരു സംഘം വരുന്നത്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആ സംഘത്തിന്റെ നേതാവാ. ഈ കൊച്ചുകുട്ടികൾ ഉപ്പാട മയ്യത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പയ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ മരിച്ചു, മയ്യത്ത് തുണി വാങ്ങാൻ പൈസയുമില്ല, തുണിയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് ഖബറടക്കണം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന് അത്ഭുതമായി, ആരാ അല്ലാഹ് ഇത്രയും ദരിദ്രൻ? ഏത് സഹാബിയാ അല്ലാഹ് കഫൻ തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഇത്രയും വലിയ പാവപ്പെട്ടവനാരാ? മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തി നോക്കിയപ്പോ മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, സദഖ റസൂലുള്ളാഹ്, മുത്തുനബി പറഞ്ഞത് സത്യമാണെന്ന് അബൂദർ തങ്ങളുടെ ജനാസയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയുവോ? മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തി കുത്തിക്കൊടുക്കരുത്. ആ വിഷം നീ കുത്തിക്കൊടുക്കരുത്. ആ വിഷം കുത്തിക്കൊടുത്താൽ അവസാനം നിനക്ക് തന്നെ അത് നാശമാകും. പക്ഷെ നീ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകൻ നിസ്കരിക്കാതെ കിടക്കുമ്പോൾ തന്റെ മകന്റെ ചാരത്ത് പോയിരുന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുക്കുമായിരുന്നു. മരിക്കുന്ന കാലം വരെ, ഉപ്പമാരോട് ഞാൻ പറയുന്നു, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ മക്കൾ ഒരാളുടെ മുന്നിലും യാചിക്കാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മക്കളോട് ഖുർആൻ പറഞ്ഞു കൊടുക്ക്. അല്ലാഹു പറയുകയാ, വഅമുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം.
അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം. ജോലിയുണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും, കൊറോണ വന്നാലും വന്നില്ലെങ്കിലും, ലോക്ക്ഡൌൺ ആണെങ്കിലും ഇല്ലെങ്കിലും, മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. പൈസയുടെ ചെലവില്ല, ഉറക്കമൊഴിയണ്ട, കഷ്ടപ്പാടില്ല, ഒന്നുമില്ല. ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? പൈസ ഒന്നും തരണ്ട മനുഷ്യ, പൈസ ഇല്ല, കഷ്ടപ്പാടില്ല, ഒന്നുമില്ല. ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കുക. അല്ല, ഞാൻ പിരിവെടുത്തോളാമെങ്കിൽ നീ പിരിവെടുത്തു, അത് വേറെ വിഷയം. ഞാൻ പള്ളിയുടെ മുന്നിലും വീട്ടിലും കയറി തെണ്ടാൻ വിധി ഉണ്ടെങ്കിൽ അത് ഉണ്ടോ, അത് പോട്ടെ. നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. ഇന്ന് മുതൽ ഉസ്താദ് പറയുന്ന ഒരു കാര്യം ചെയ്യുമെന്ന് നേരെ പൊക്കട എങ്ങാതി. ദുആ ചെയ്യട്ടെ. കൈ പൊക്കാത്തവനോടിരിക്കെ, കൈ പൊക്കുന്നവര് പൊക്ക് ദുആ ചെയ്യട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരുന്ന് ആരെല്ലാം കൈ പൊക്കിയിട്ടുണ്ടോ, മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും തെണ്ടന്റെ ഗതി വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ഉയർത്തിയ കൈ കൊണ്ട് നന്മതിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങാൻ ഭാഗ്യം നൽകണേ അല്ലാ. കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദുൽ കൗസർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഈ കൈപൊക്കിയ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. കൈ പൊക്കാത്തവന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ പറ. കൈ പൊക്കാത്തവന്റെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ പൈസ ചോദിച്ചോ, ഉറക്കൊഴിയാൻ പറഞ്ഞ ഒന്നുമില്ല. എടാ, മരിക്കുന്ന കാലം വരെ തെണ്ടാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. പൊക്കടാ. ഇല്ല ഉസ്താദെ, ഞാൻ തെണ്ടിക്കോളാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൈ താഴ്ത്തറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാൻ. ചെയ്യുവോ? ഒന്ന് കൈ പൊക്കിക്കേ. ഇപ്പൊ രണ്ട് കൈയും പൊങ്ങിയില്ലേ? ഇതാദ്യം ചെയ്തിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കടായിരുന്നു. ശരി, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. ഞാൻ ഒന്ന് ഇരുന്നോട്ടെ, എന്റെ കാല് വേദന എടുക്ക. ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടില്ലല്ലോ ഉസ്താമാരെ. ഒരു മൈക്ക് സെറ്റ് ആരെന്താ ഓടി വാ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചോട്ടിക്കട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന സൂറത്തു ത്വാഹ. ഞാൻ പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ പോയിട്ട് നോക്കാം. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ 132 ആയതല്ലേടാ. അപ്പൊ നിങ്ങളില്ലേ, 32 തോന്നുന്നു. ശരി, അള്ളാഹു ഓർമ്മ ശക്തി നൽകുമാറാകട്ടെ. 32, 35 അങ്ങാണ്ട ജസ്താമാരെ. നിങ്ങൾ പോയിട്ട് നോക്ക്, അതിന്റെ അവസാന പേജ് എടുത്ത് നോക്കി. അള്ളാഹ് പറയുകയാ, 5 നേരം നിസ്കരിച്ചാ മതി. എന്ത് ചെയ്താ മതി? പറയടോ. 5 നേരം അള്ളാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിച്ചാ മതി. മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാറുണ്ടോ? ആര് നിസ്കരിക്കാറുണ്ട്? ആമിനാത്ത, നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നവരാ? ഇല്ലാന്ന് ഞാൻ പറയില്ല. ഈ പെണ്ണുങ്ങളെല്ലാം 5 നേരം നിസ്കരിക്കുന്നവരാ. ലോഹർ എപ്പോഴാ നീ നിസ്കരിക്കണേ?
പള്ളിയിൽ നിന്ന് ഉസ്താദ് 12:30 ലോഹറിന്റെ ബാങ്ക് വിളിക്കും. നീ എപ്പോഴാണ് നിസ്കരിക്കണേ? മീൻ വെട്ടണ്ടേ, പച്ചക്കറി അരിയണ്ടേ, ചോറ് വെക്കണ്ടേ, കറി വെക്കണ്ടേ, എല്ലാം വെച്ച് വിളമ്പിയിട്ട് പിന്നെ കുളിക്കണ്ടേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് 2:30-3 മണിയാകുമ്പോഴല്ലേ നീ ലോഹർ നിസ്കരിക്കണേ? ഒരു ഒളവ് കൊണ്ട് 2 ഫർള് നിസ്കരിക്കണ സാധനങ്ങളാണ്. ഒരു ഒളവ് കൊണ്ട് 2 ഫർള് നിസ്കരിക്കും. ഏത് കിതാബിലുള്ള 3 മണിക്കുള്ള നിസ്കാരം ഏതാറ്റാ? ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത്ത. ഖുർആൻ പറഞ്ഞില്ല എന്തിനാ പിന്നെ മുഅദ്ദിൻ തൊണ്ട പൊട്ടിയിട്ട് വിളിക്കണേ? നിനക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാനാ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. എന്താ ചിന്തിക്കാത്തെ? നിസ്കരിക്കില്ലേ എല്ലാരും? നിസ്കരിക്കൂലേ? മക്കളൊക്കെ നിസ്കരിക്കും. മക്കൾ നിസ്കരിക്കോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണോടോ? എന്ത് ചെയ്യണം? കുഴപ്പമില്ല, അവിടെ നാടട്ടെ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടെങ്കിൽ കൈവക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഒരു ഉമ്മ കൈവക്ക്. അല്ലാഹു ഈമാറാകട്ടെ. സ്കൂളിൽ പോയില്ലെങ്കിൽ തല്ലും ഉസ്താദേ, നിങ്ങൾ ട്യൂഷന് പോയില്ലെങ്കിൽ തല്ലും ഇല്ലേ? ഒരു വീട്ടിൽ ബർക്കത്തുണ്ടെന്ന. ഏത് വീട്ടിലെന്നറിയോ? തന്റെ മക്കളെ നന്നാക്കാൻ ഒരു വടി വെട്ടിവെച്ചാൽ മതി വീട്ടില്. തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വാപ്പ തന്റെ വീട്ടിൽ ഒരു വടി വെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ആരുടെയെങ്കിലും വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുണ്ടോ? കൈവക്ക്. ഉണ്ടോ? TV ഉണ്ടോ? 2 ഉണ്ട് ഉസ്താദേ. ഒരു വടി വെട്ടി വെച്ചാൽ മതിയായിരുന്നു. ഈ പ്രായമുള്ളവരോട് ചോദിക്ക്, പ്രായമുള്ള ഉപ്പമാരോട് ചോദിക്ക്. എന്റെ വാപ്പ ഒരു വടി വെട്ടി വെക്കും വീട്ടില്, ഒരു കാപ്പിക്കമ്പുണ്ട്. എനിക്ക് ശൈത്താൻ കൂടുമ്പോ എന്റെ ഉമ്മ അത് കാണിച്ചു തരുമായിരുന്നു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അല്ലാഹുവേ, 20ഓളം പടച്ചവനെ, 22ഓളം ഹാഫിളീങ്ങള് ഈ 6 വർഷത്തിന്റെ ഇടയിൽ ഇവിടെ നിന്ന് ഹാഫിളായി ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ 16 മക്കളാണ് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ. മഹാനായ സയ്യിദ് അവരുടെ കയ്യിൽ നിന്ന് പടച്ചവനെ സനദ് വാങ്ങി ഇന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ആ 10-16 ഹാഫിളീങ്ങൾ ഇരിക്കുന്ന ഒരു മജ്ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇരിക്കുന്ന മക്കളാരെന്നറിയോ? അവര് സാധാരണ മക്കളല്ല, ഒരു സാധാരണ കുട്ടിയെ പോലെയല്ല. ഇവർക്ക് വല്ലാത്ത സ്ഥാനമാണ്, ഇവർക്ക് വല്ലാത്ത മഹത്വമാണ്. നിന്റെയും മകൻ ഒരു ദിവസം ഇതുപോലെ ഇവിടെ നിന്ന് സനദ് വാങ്ങണ്ട്. ഹാഫിളിന്റെ ഉമ്മയാകണ്ട്, ഹാഫിളിന്റെ വാപ്പയാകണ്ട്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളുടെ മഹത്വം അറിയോ? ഇവരുടെ ശരീരത്ത് തൊടണമെങ്കിൽ ഒളിവെടുക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവരുടെ ശരീരത്ത് തൊടണമെങ്കിൽ പറമനുഷ്യന്മാരെ, ഈ ഇരിക്കണ 16 എണ്ണം ഉണ്ടല്ലോ, ഇവന്മാരുടെ ശരീരത്ത് തൊടണമെങ്കിൽ ഇനി ഒളിവെടുത്തിട്ട് വേണം തൊടാൻ. കാരണം അവൻ ഖുർആൻ ചുമക്കുന്നവരാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് ഹാഫിള്, അതാണ് ഹാഫിളിന്റെ മഹത്വത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കബറി കൊണ്ടുവച്ചാലും മണ്ണ് തിന്നില്ലമാരും. മരിച്ച കബറിനകത്ത് കൊണ്ടുവച്ചാൽ പോലും മണ്ണ് തിന്നാത്ത വിഭാഗം, നരകത്തിന്റെ തീ തൊടാത്ത വിഭാഗമാണ് ഖുർആൻ പഠിക്കുന്ന മക്കൾ. 45ഓളം വിദ്യാർത്ഥികൾ, 45ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അൽഹംദുലില്ലാഹ്, നാടും വീടും വിട്ടുവന്നു.
പരപ്പനങ്ങാടിക്കാരനാണ് ഇവിടെ ഖിറാഅത്ത് ഓതി. ഇതുപോലെ ഒരുപാട് മക്കൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. ഇവരൊക്കെ നാടും വീടും വിട്ടിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ നാട്ടിൽ വന്ന് ഈ കാണുന്ന ചെറിയൊരു ബിൽഡിങ്ങിനകത്ത് ഇവരുടെ വാപ്പ ഇതിനെക്കാളും നല്ല വീട് കെട്ടിയിട്ടുണ്ട് നാട്ടില്. അത് കളഞ്ഞിട്ട് അവർ ഇവിടെ വന്ന് ഇൽമു പഠിക്കുന്നത്, അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള മഹബത്ത്, സ്നേഹം. ഇവരാരെന്നറിയോ? അള്ളാന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം. അള്ളാഹുവിന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം. ഈ മക്കൾ ദുആ ചെയ്താൽ അവരുടെ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അള്ളാഹുവിനോട് രണ്ട് കരങ്ങൾ നീട്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ അവർ ചോദിക്കുന്ന കാര്യം അള്ളാഹു കൊടുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവിടെന്ന് പറഞ്ഞു, അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്, അള്ളാഹിന് ചില കുടുംബക്കാരുണ്ട്. കുടുംബക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ചേട്ടനും അനിയനും അല്ല, അള്ളാഹുവിനോട് അത്രയും അടുത്ത ആൾക്കാർ. അഹ്ലുൽ ഖുർആൻ. വമൻ കാന യർജൂ ലിഖാ റബ്ബി ഫൽയുകിരിം അഹ്ലല്ലാഹ്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അള്ളാഹിനെ കാണുന്ന വിഭാഗം, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട്, അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്, അള്ളാഹുവിന് ചില അടുത്ത ആൾക്കാരുണ്ട്. അവരാരെന്നറിയുവോ? അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹ്ലുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവർ അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആൾക്കാരാ. ഇവർ വിവിഐപികളാ. ഇവര് സാധാരണ ആൾക്കാരല്ല. ഇവരെ സാധാരണ കുട്ടികളെ പോലെ കാണരുത്. നിന്റെ മക്കള് മൊബൈലും കുത്തി കീറി പറഞ്ഞ പാൻറ് വിട്ട് പറവയെ പോലെ പുടിയും നടത്തിയിട്ട് നിസ്കരിക്കാതെ നടക്കുന്ന നിന്റെ മക്കളെ പോലെ ഇവരെ കാണരുത്. ഇവർ അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള സ്നേഹം കിട്ടിയവരാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരടുപ്പം കിട്ടിയവരാണ് ഈ ഖുർആനിന്റെ അഹ്ലുകാര്. ഇത് ഈ നാടിന്റെ വെളിച്ചമാണ്, ഇത് ഈ നാടിന്റെ ഐശ്വര്യമാണ്. പടച്ചവനെ 6 വർഷക്കാലം കൊണ്ട് പടച്ചവനെ 22 ഹാഫിളീകള് ഈ ഉമ്മത്തിനെ കൊടുക്കാൻ ഈ നാടിനെ കൊണ്ട് കഴിഞ്ഞല്ലോ, ഈ സ്ഥാപനത്തെ കൊണ്ട് കഴിഞ്ഞല്ലോ. ഞാൻ ഹാജിയോട് ചോദിച്ചു, ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യമെങ്ങനാ ഉസ്താദേ? നാട്ടുകാരാ കൊടുക്കുന്നത്, ഈ നാട്ടിലുള്ളവരാണ് ഭക്ഷണം കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയുമോ? പെങ്ങളെ, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ച് നീ ചിന്തിക്കാത്തതെന്ത്? ഒരു ഹാഫിദിന്റെ ഉമ്മയായില്ലേ, ഒരു ഹാഫിദിന്റെ വാപ്പയായില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, ഖുർആനിന്റെ അഹ്ലുകാർക്ക് കൊടുത്താവല്ലാത്ത പ്രതിഫലമാ. പള്ളിയിലെ ഉസ്താദിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പരിശ്രമിക്കുന്ന പെങ്ങള്, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ മക്കള്, ആലിമീങ്ങളായ മക്കള്, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നിങ്ങൾ കൈവിടരുത്. ഈ സ്ഥാപനത്തെ നിങ്ങളെ മറന്നു പോകരുത്. ഇവരും നിങ്ങളുടെ മക്കളായിട്ട് നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. അല്ലാഹുവേ, ആരെല്ലാം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ, അവരുടെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇവര് മരിക്കുന്ന സമയമുണ്ടല്ലോ, ഇവര് ദുആ ചെയ്താ സ്വീകരിക്കുന്ന വിഭാഗമാ. ഇവർ അല്ലാഹുവിനോട് ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമല്ലോ. 2, ഇവരെങ്ങാനും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് നടന്നു പോയാൽ, ഇവരെങ്ങാനും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയാ, ഇവര് പോയത് കാരണം ഖബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇവര് മരിക്കുന്ന സമയം സ്വർഗ്ഗത്തിൽ അല്ലാഹു ഇവർക്ക് കൊടുക്കുന്ന ഇരിപ്പിടം കാണുന്നവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഈ മക്കളുണ്ടല്ലോ, ഇവർ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മലക്കുകൾ ഇവരുടെ മുന്നിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കുകയാ, ഇതാണടാ നാളെ നീ സ്വർഗ്ഗത്തിലിരിക്കേണ്ട ഇരിപ്പിടം, ഇതാണെന്ന് പറഞ്ഞ് ഇവരുടെ സിംഹാസനം അല്ലാഹുവേ മലക്കുകൾ കാണിച്ചു കൊടുക്കുകയാ. ഇവരെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കൊണ്ടുവച്ചാൽ ഹിസാബില്ലല്ലോ, ഖബറിനകത്ത് വിചാരണയില്ലല്ലോ, ഖബറിനകത്ത്
അവരെ മണ്ണ് തിന്നുകയില്ലല്ലോ, പുഴുക്കള് തിന്നുകയില്ലല്ലോ, ഇവരുടെ ശരീരത്തിൽ പടച്ചവനെ പുഴുക്കള് തൊടില്ലല്ലോ, ഇവര് മണ്ണിനകത്ത് മരിച്ച് കബറടക്കിയതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അല്ലാ, ഇവര് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവരുടെ കയ്യിൽ പിടിക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, വാടാ നിനക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാ. അല്ലാഹുവിന്റെ ഖുർആൻ ഇവരെ നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവര് നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞില്ലേ, ഇവർക്ക് വിചാരണയില്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഭാഗ്യം കിട്ടിയവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇവരെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ഒരിക്കലും നിങ്ങളെ കൈവിടരുത്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം, ഈ സ്ഥാപനം ഇവിടെ ഉള്ള കാലത്തോളം പഠിച്ചവനെ ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം, നിങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ഇവിടെ വന്നിട്ട് അല്ലാ, ഈ മക്കളെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? മോനെ, ഒന്ന് ദുആ ചെയ്യടാ, നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കൂ. അവരുടെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇത്ര പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ, ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. വെറുതെ വയല് കെട്ട് പിരിഞ്ഞു പോയാ പോരാ. നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇവരെല്ലാവരും, ഹാജിയാരുൾപ്പെടെ ഇവര് പലരും ഈ സ്ഥാപനത്തിൽ വല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള കടമ, ലക്ഷങ്ങൾ കടമുണ്ട്. ഈ കുട്ടികൾക്ക് ഓരോ മാസത്തെയും ചില ഉസ്താദന്മാരുടെ ശമ്പളം ഇങ്ങനെ തുടങ്ങിയിട്ട് വേറെ വരുമാനമൊന്നുമില്ലല്ലോ, ഇവർക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യ സ്നേഹികൾ കൊടുക്കുന്നതല്ലാതെ വേറൊന്നുമില്ല. പലിശക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പറ്റുമോ? ഇവർക്ക് ഹലാലല്ലേ തിന്നാൻ പറ്റൂ, ഹറാമ് തിന്നാൻ പറ്റില്ലല്ലോ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അതിലൂടെയാണ് അൽഹംദുലില്ലാഹ് ഈ 6 വർഷമായിട്ട് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇത് ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, 20 മക്കൾ, ഈ ഇരിക്കുന്ന 16 വിദ്യാർത്ഥികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന 45ഓളം വിദ്യാർത്ഥികൾ, ഈ മക്കൾ അള്ളാഹു ആദരിച്ചവരാ, അള്ളാഹു ബഹുമാനിച്ചവരാ. അള്ളാഹു ആ മക്കളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി അള്ളാഹു ഇവരെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹാഫിളീങ്ങളോട് പറയാനുള്ളത്, ഹാഫിളീങ്ങളായെന്ന് പറഞ്ഞ ആരും നെളിയണ്ട, ഹാഫിളീങ്ങളാണെന്ന് പറഞ്ഞ ആരും നെളിയണ്ട. മോനെ, നിങ്ങൾ ചിന്തിക്കാറുണ്ട് ഹാഫിളായി കഴിഞ്ഞാൽ എല്ലാമായെന്ന്. എങ്കിൽ ഹാഫിളായ ഒരു സഹാബി കാഫിറായി ചത്തുപോയ കഥ അള്ളാന്റെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹാഫിളായ ഒരു സഹാബി കാഫിറായി മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവിടെയും സൂക്ഷിക്കണം. നമ്മൾ ഹാഫിളാണെന്ന് പറഞ്ഞിട്ട് നെളിഞ്ഞു നടക്കാമെന്നല്ല, ഹാഫിളായിരിക്കണം. ഇത്രയും നാള് നിങ്ങൾ ജീവിച്ചതുപോലെയല്ല ഇനി നിങ്ങൾ അള്ളാഹ് ആദരിച്ചവരാ, അള്ളാഹുടെ ഖുർആൻ ഹൃദയത്തിൽ തന്നവനാ അല്ല നിങ്ങൾക്ക്. അത് നിങ്ങൾ മറന്നു പോകരുത്. അടുത്ത് ഞാൻ എവിടെയോ വയലിന് പോയപ്പോ ഒരു ഉമ്മ തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണമോതിരം ഊരി തന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ മകൻ ഹാഫിള, പക്ഷേ മൊബൈലിലാ 24 മണിക്കൂറും. ദുആ ചെയ്യാൻ തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണമോതിരം ഊരി തന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ ആകരുത്. ഒരിക്കലും നിങ്ങൾ ഖുർആനുമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, റോഡിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റിയാൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകുമെന്ന. എളുപ്പം സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താണ് അറിയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഴിയിൽ കിടക്കുന്ന കല്ലെടുത്തുകളാ, കമ്പെടുത്തുകളാ, പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയെടുത്തുകളാ, നീ സ്വർഗത്തിലേക്ക് എളുപ്പം പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ സഹാബ. ആരും മിണ്ടിയില്ല, ആരും മിണ്ടിയില്ല. നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ പേടിക്കരുത്. ഈ ഇരിക്കുന്ന 45 മക്കളോട് ഞാൻ പറയുന്ന, നിങ്ങൾ ഭയപ്പെടരുത്. അള്ളാഹുവിന്റെ റസൂല് തങ്ങൾ പഠിപ്പിച്ചു, ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്ന
ഓർത്തു വെച്ചോണം നിങ്ങൾ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാൽ കല്ല് കയ്യിൽ നിന്ന് താഴെ വീഴുന്നത് പോലെ നിങ്ങൾ നരകത്തിലേക്ക് പതിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അമ്മയും പറയട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും ഖുർആൻ ഓതണം. ഇത് നിങ്ങളോട് ഞാൻ നിങ്ങളുടെ പ്രതിഫലം പറഞ്ഞപ്പോ നിങ്ങളൊന്ന് ഞെളിഞ്ഞ പ്രതിഫലം പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു പോയെന്ന്. പറയുമ്പോ രണ്ടും പറയണമല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ പറയും, അതാ ഉസ്താദെ ഞാൻ എന്റെ മക്കളെ പഠിക്കാൻ വിടാതെ ആണെങ്കിൽ അങ്ങനെ പറയാം. അതുകൊണ്ട് തന്നെയാ ഉസ്താദെ ഞാൻ പഠിച്ചാൽ മറന്നുപോകും. അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ. നമ്മൾ വിചാരിക്കും മറന്നു പോകുന്നില്ലടോ. ഇരിക്കണ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അവന്റെ അടുത്തിരുന്നു കൊണ്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതി അവൻ കൂടെ ഓതും. അത് ഏത് സൂറത്താന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല. അത് ഏത് സൂറത്താണ്, ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണെന്ന് ചോദിച്ചാൽ അവനറിയില്ല. പക്ഷെ അവന്റെ അടുത്തിരുന്ന് ഓതി അവൻ ഓതും. അത് അള്ളാഹ് അവന് കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. അതങ്ങനെ ഖുർആൻ അങ്ങനെ ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേട്ടാൽ മതി, എവിടെങ്കിലൊക്കെ പൊക്കോളും. ഇങ്ങനെ കയറി ഇറങ്ങി. ഞാനൊക്കെ ചിലപ്പോൾ പള്ളിയിൽ ഓതാറുണ്ട്, സജദ ഓതാറുണ്ട് സുബഹിക്ക്. അവസാനം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെങ്കിലൊക്കെ വരും. ഇങ്ങനെ കേറിയാൽ ആർക്കും അറിയില്ലല്ലോ. നമ്മളൊക്കെ ഖുർആൻ ഓതുമ്പോ സജദ എന്ന് പറയുന്ന സൂറത്ത് ഓതി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി പോകുന്ന പല പല ആയത്തുകളുണ്ട്. അപ്പൊ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓതുമ്പോ പുറകെ നിൽക്കണ ആർക്കും അറിയില്ല. ആകെ സജദയുടെ സൂറത്തിനകത്തൊരു സഹവിന്റെ സുജൂദ് ഉണ്ട്, അത് മാത്രമേ അറിയത്തുള്ളൂ. സുജൂദ് ചെയ്താൽ മതി. അപ്പൊ ഹാഫിളീങ്ങൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഖുർആനുമായിട്ട് നിങ്ങളൊന്നും അള്ളാന് ആ ഖുർആൻ മറന്നു പോകുന്ന രീതിയിലുള്ള ഒന്നും നിങ്ങൾ ചെയ്യരുത്. ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പിരിയുകയാ. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പിരിയുമ്പോ ഈ ഇരിക്കുന്ന ചില ആൾക്കാർ, ഈ ഇരിക്കുന്ന നിങ്ങളിൽ ചില ആൾക്കാരുടെ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ.